സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഹൈക്കോടതി താൽക്കാലികമായി നിയന്ത്രിച്ചിരിക്കുന്നു. ബിജെപിയുടെ പരാതി പ്രകാരം ബിജെപിക്ക് എന്താ വഖഫ് ബോർഡിൽ കാര്യം? എന്താണ് സംസ്ഥാന വഖഫ് ബോർഡിനെ കുറിച്ചുള്ള ബിജെപിയുടെ പരാതി? ലളിതം. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ അംഗങ്ങളാക്കണമെന്ന കേന്ദ്ര നിയമ ഭേദഗതി LDF സർക്കാർ പാലിച്ചിട്ടില്ല. ഇതിനോട് UDF മന്ത്രിസഭയിലെ വഖഫ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗ് മന്ത്രിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ മുസ്ലിം ലീഗ് തന്നെ നേരിട്ട് നിയോഗിച്ച സർക്കാർ അഭിഭാഷകൻ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇങ്ങനെ: It is contended that 2 non-Muslims are provided under the second proviso of subsection 1 of section 14 is not represented in the Waqf board as per the notification. ഒരു ഭാഗം. Taking note of all the above facts and infirmities, the government is prepared to reconstitute the board strictly in compliance with the mandate of section 14 of the Unified Waqf Management, Empowerment, Efficiency and Development Act 1995. സത്യവാങ്മൂലം മാത്രമല്ല, കോടതിയിൽ AG നേരിട്ടെത്തി വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ വേണമെന്ന ആവശ്യം പറഞ്ഞു. ഹൈക്കോടതിയുടെ ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നുണ്ട്, AGയോട് ചോദിക്കുന്നുണ്ട്, അഡ്വക്കേറ്റ് ജനറലോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പെറ്റീഷനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, വി ആർ സപ്പോർട്ടിംഗ് ദ പെറ്റീഷൻ എന്ന് BJPയുടെ നേതാവ് ഫയൽ ചെയ്ത 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്യാത്ത കാരണം കൊണ്ട് ബോർഡ് പിരിച്ചുവിടണമെന്ന ആ റെറ്റിൽ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് ലീഗ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഗവൺമെന്റ് നേരെ ഹൈക്കോടതിയിൽ പരസ്യമായ നിലപാടെടുക്കുകയാണ്. വഖഫ് സ്വത്തുക്കളിൽ പള്ളികൾ, മദ്രസകൾ, ഖബറിടങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. അതെല്ലാമാണ് അമുസ്ലിങ്ങൾ കൂടി ഭരിക്കട്ടെ എന്ന് മുസ്ലിം ലീഗും UDFും പറയുന്നത്. പറ്റില്ല എന്നാണ് LDF സർക്കാർ കേന്ദ്ര നിയമ ഭേദഗതിയോട് നിയമസഭയിൽ പ്രമേയം പാസാക്കി വ്യക്തമാക്കിയിട്ടുള്ളത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കുന്ന വഖഫ് ഭേദഗതി പിൻവലിക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇപ്പോൾ കോടതിയിൽ പറഞ്ഞ നിലപാടായിരുന്നില്ല മുസ്ലിം ലീഗിനും UDFിനും ഉണ്ടായിരുന്നത്. അവർ അമുസ്ലിങ്ങൾ വഖഫ് ബോർഡിൽ വരരുത് എന്ന അഭിപ്രായക്കാരായിരുന്നു. N ഷംസുദ്ദീൻ, P ഉബൈദുള്ള, TV ഇബ്രാഹിം, T സിദ്ദിഖ് എന്നിവർ LDF അവതരിപ്പിച്ച നിയമസഭാ പ്രമേയത്തെ അനുകൂലിച്ചു. ഇതാ രേഖകൾ. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. BJP ഒഴികെയുള്ളവർ ഒറ്റക്കെട്ടായി എതിർത്ത നിയമ ഭേദഗതിയാണ് ഇപ്പോൾ UDF സർക്കാർ കണ്ണും കൂട്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ മധ്യപ്രദേശ് കഴിഞ്ഞാൽ കേരളമാകുന്നു വഖഫ് നിയമ ഭേദഗതി അംഗീകരിച്ച് നടപ്പാക്കുന്ന 2ാമത്തെ സംസ്ഥാനം. വോട്ട് ചെയ്ത് ജനങ്ങൾ ഇതൊക്കെ കാണുന്നു എന്ന തിരിച്ചറിവ് പോലും ലീഗിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ലീഗിനൊട്ടും ഗൗരവത്തിലെടുത്തിട്ടില്ല എന്നാണോ ഈ വിഷയം? ലീഗ് ഗൗരവത്തിലെടുത്തില്ല, അത് നിസ്സാരമായ സംഗതിയായിട്ട് കാണി BJPന്റെ കൂടെ പൊതുജനങ്ങളെ പറ്റി കാണില്ലേ എന്നെ ബോധിക്കും വേണ്ടത്. വോട്ട് തരുന്ന എന്റെ കൂട്ടത്തിൽ എന്റെ കൊടി പിടിക്കുന്ന ആൾക്കാർ കാണും എന്നുള്ള യാളിത പോലും ഇല്ലാത്ത ഒരു അർത്ഥമായ പണിയല്ലോ ചെയ്തത്. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലി അധികാരമേറ്റ സർക്കാരാണ് VD സതീശന്റേത്. PM ശ്രീ നടപ്പാക്കി. പാവങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന വീടുകളിൽ മോദിയുടെ ലോഗോ ആകാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. 2 VCമാരെ നിയോഗിച്ചു. 2 പേരും സംഘപരിവാറുകാർ. മുഴുവൻ സെനറ്റ് അംഗങ്ങളും സംഘപരിവാറുകാർ. സുപ്രീം കോടതി വിധി പറയാൻ നിൽക്കല്ലേ? നിങ്ങളെതിരാണ് തുതിപ്പെട്ട് അതിനോടൊപ്പം നിൽക്കുന്നത്, അതിനോടൊപ്പം ചേരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് സാവകാശം എടുക്കണ്ടേ? ആ അവസാനം വരെ നമ്മൾ നോക്കണ്ടേ? മുസ്ലിമിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണ്ടേ? അവിടെ ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ പ്രശ്നം വരുന്നത് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ആ വരവ് നല്ലതല്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF അധികാരത്തിൽ വന്നാൽ ഇരുണ്ട കാലം തിരിച്ചു വരിക എന്നാണെന്നും VD സതീശൻ നുണേശനാണ് എന്നുമായിരുന്നു രാഷ്ട്രീയ പ്രതിയോഗികളുടെ ആരോപണം. 2 മാസം തികച്ചില്ല. ഈ പ്രയോഗങ്ങൾ അസ്ഥാനത്തായിരുന്നു എന്ന് ആർക്കെങ്കിലും ഇപ്പോൾ പറയാനാകുമോ? ഇതിനു പുറമെ BJPക്ക് കീഴടങ്ങുന്ന ദാസ്യപ്പണി ചെയ്യുന്ന സർക്കാർ എന്ന നിലയിലേക്ക് കൂടി VD സതീശൻ സർക്കാർ തരം താണിരിക്കുന്നു. കൊടിയ സംഘപരിവാറുകാർക്ക് കിട്ടുന്ന അവസരങ്ങൾ പോലും കിട്ടുന്നില്ല എന്ന പരാതി ഉയർന്നു വരുന്നത് KSUവിന്റെ, KPCC ജനറൽ സെക്രട്ടറിമാരുടെ, NSSന്റെ ഭാഗത്തു നിന്നാണ്. എല്ലാത്തിലും നുണ പറയുക, യൂട്ടേൺ അടിക്കുക, വിശ്വാസവഞ്ചന കാണിക്കുക. ഇത് BJP സർക്കാരാണോ അതോ UDF BJP സംയുക്ത സർക്കാരാണോ?